ഒക്കെ 5 ലക്ഷത്തിൽ താഴെ എത്ര ഉണ്ട് ക്രിസ്റ്റഫർ? നമുക്കൊരു 18 അടുത്ത് കിടപ്പുണ്ട്. 2021 മോഡൽ. ഇതിന് വാറണ്ടി 2 ഇയർ വാറണ്ടി വരും. കമ്പനി വാറണ്ടി നിലവിലുണ്ടോ? 80 രൂപ കൊണ്ട് നമുക്ക് ഇറക്കാം. അപ്പൊ ഒരു ഡീസലില് ഫോർഡ് ഫ്രീ സ്റ്റൈല് ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു 7 സീറ്റ് നോക്കുന്നവർക്ക് ഒരു അടിപൊളി വാഹനം. ഇത് 40,000 എടുത്ത് 40,000 കിലോമീറ്റർ 80,000 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു വാഹനം സ്വന്തമാക്കാം. ചോദിക്കുന്നത് ഒരു 60 രൂപയൊക്കെ ഉണ്ട് ഇറക്കാം. 60 രൂപയ്ക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അപ്പൊ നല്ല ഹൈ ക്വാളിറ്റിയിൽ 2 ഇയർ വാറണ്ടിയിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു 800. ചേട്ടാ ഒരു പേര് എങ്ങനെയായിരുന്നു? ഗൂഗിൾ. നമ്മളൊരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് നമ്മൾ പ്രതീക്ഷയിൽ ഫാസ്റ്റ് ആയിരുന്നു. ആക്ച്വലി ഞങ്ങൾ ഇന്നലെയാണ് ജസ്റ്റ് വന്നത്, വണ്ടി കാണുന്നത്, വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ തന്നെ ഫിനാൻസ് റെഡിയാക്കി. എത്ര പെട്ടെന്ന് ഏകദേശം എത്ര സമയം എടുത്ത് ഫിനാൻസ് കാര്യങ്ങളൊക്കെ? ഒരു ദിവസം മാക്സിമം 24 hours എടുത്തില്ല. ആക്ച്വലി സെയിം ഡേ ഇറ്റ്സെൽഫ്. ഞാനൊരു 6 മണി 5 മണിയൊക്കെ ആയപ്പോഴാണ് ഈവനിങ് ഫിക്സ് ചെയ്യുന്നത്. ഡോക്യുമെന്റ്സ് കൊടുത്തു. വൈകിട്ട് 11 മണിയായപ്പോൾ അപ്രൂവ് ആയി കിട്ടി. അപ്പോൾ വെറും 5 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ലോണ് കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ടല്ലേ. നമുക്ക് ഈ കാറിൽ നിന്ന് നേരെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നത് ഡസ്റ്ററിലോട്ടാണ് അല്ലേ? ഒരു നല്ലൊരു അപ്ഗ്രേഡ് ആയിരുന്നു അല്ലേ? ഫാസ്റ്റ് ആയിരുന്നു. ഇത്ര ഫാസ്റ്റ് ആയിട്ട് കിട്ടുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. 1 ഡേക്കുള്ളിൽ. ഇത് വൈഫ്, ഇത് മോൻ, അനിയത്തി, അമ്മ. 40,000 രൂപ വണ്ടി ഇറക്കാം. മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? ഒരു 17 അടുത്ത് കിട്ടും. നമുക്കൊരു 70 രൂപയ്ക്ക് വണ്ടി നമുക്ക് ഇറക്കാം. 70 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഒരു 60 രൂപ വണ്ടി ഇറക്കാം. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ, പിന്നെ ടയേഴ്സ് ഒക്കെ അത്യാവശ്യം ഉണ്ട് അല്ലേ? 90 എബോ ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ആക്സിഡന്റ് ക്ലൈം കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓൺഷിപ്പിൽ 60,000 രൂപ ഉണ്ടെങ്കിൽ 2 വർഷം വാറണ്ടിയിൽ നമുക്ക് എടുക്കാവുന്ന ഒരു വാഹനം. ആക്സിഡന്റ് ക്ലൈം ഒന്നുമില്ല അല്ലെ? വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? വാറണ്ടി ഇതിന് നമുക്ക് 2 ഇയർ വാറണ്ടി കൊടുക്കാം. 2 വർഷം വാറണ്ടി. ഫുൾ ലോഡ് വണ്ടിയാണ്. അന്നത് AC പോസ്റ്ററിംഗ്, 4 ഡോർ പവർ വിൻഡോ, റിയറിൽ വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഓട്ടോമാറ്റിക് ആണ് അല്ലെ? നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, പാർസൽ ട്രേ വരും. അപ്പൊ ഓട്ടോമാറ്റിക്കല് ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്നതിന് നല്ലൊരു അടിപൊളി വാഹനമാണ്. ഡിയർ ഫ്രണ്ട്സ്, ഇന്നതാണ് നമ്മള് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള വാഹനങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലെ ക്രിസ്റ്റഫർ? വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് പക്ക സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒക്കെ 5 ലക്ഷത്തിൽ താഴെ എത്ര ഉണ്ട് ക്രിസ്റ്റഫർ? നമുക്കൊരു 18 അടുത്ത് കിടപ്പുണ്ട്. 18 അടുത്ത് കിടക്കുന്നത്. അതോടെ റെഡിഗോ ചെറിയ പൈസക്ക് നമുക്ക് പോകാല. അതേപോലെ നിസാ മൈക്രോ വരുന്നുണ്ട്, ഇയോൺ വരുന്നുണ്ട്, കിഡ് ഓട്ടോമാറ്റിക് ഉണ്ട്, അതേപോലെ വാഗ്നർ വരുന്നുണ്ട്, ഡിസയർ, സിയാസ്, ടിയാഗോ. അങ്ങനെ ഏകദേശം 5 ലക്ഷത്തിൽ താഴെയുള്ള 18ഓളം വണ്ടികൾ നമുക്കിവിടെ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് 10 ലക്ഷത്തിൽ താഴെയുള്ള വണ്ടികൾ, അങ്ങനെ ഏകദേശം ബഡ്ജറ്റ് വാഹനങ്ങളുടെ നല്ലൊരു അടിപൊളി വീഡിയോ ആണ്. ഏകദേശം സ്റ്റോക്ക് നമുക്ക് എത്രത്തോളം വരുന്നു ടോട്ടൽ? നമുക്കൊരു 56 അടുത്ത് സ്റ്റോക്ക് വരുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് കാറ് നിങ്ങൾക്ക് ഏറ്റവും ചെറിയ ബഡ്ജറ്റില്, അതും ലക്ഷങ്ങൾ വിലക്കുറവിൽ നിന്ന് സ്വന്തമാക്കാന്നുള്ളതാണ്. കൂടാതെ തന്നെ നമുക്കൊരു പുതിയ വാഹനം എടുക്കുന്ന പോലെ നമുക്ക് വാറണ്ടി കൂടി നൽകുന്നുണ്ട്. എങ്ങനെയാണ് വാറണ്ടി കാര്യങ്ങൾ? നമുക്ക് 2018 മേലോട്ട് 2 ഇയർ വാറണ്ടി ആണ്. 2 വർഷം വാറണ്ടി, 1 ഇയർ റോഡ് അസിസ്റ്റന്റ് കാര്യങ്ങൾ. ഇന്ത്യയിൽ എവിടെ നിങ്ങൾ യാത്ര ചെയ്തോളൂ, ഈവൻ ചെന്നൈ ആവട്ടെ, ബാംഗ്ലൂർ ആവട്ടെ, ഈവൻ കാശ്മീർ, എവിടെ പോയാലും നിങ്ങൾക്ക് ഈവൻ ഫ്യൂവല് തീർന്നാൽ പോലും വന്നിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് തരും. സോ നമുക്ക് ധൈര്യമായിട്ട് മനസ്സമാത്രം ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് 1 ഇയർ റോഡ് അസിസ്റ്റന്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവര് ചെയ്തു തരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു MNC മഹീന്ദ്രയാണ് ഈ വാറണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത്രയും ട്രസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വാറണ്ടിയിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസ്ഡ് കാറുകൾ നിങ്ങൾക്ക് മനസ്സമാധാനത്തോടു കൂടി എടുക്കാന്നുള്ളതാണ്. അത് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് പക്ക സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള 5 ലക്ഷത്തിൽ താഴെയുള്ള 18ഓളം വാഹനങ്ങൾ ചെറിയ ഡൗൺ പേയ്മെന്റിൽ കൊണ്ടുപോകാം. നമ്മൾ ഈ ഒരു മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ്, ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വരുന്നത് ദേശം ആലുവ ദേശത്താണ്. ആലുവ ദേശം അല്ലെ? നമുക്ക് അങ്കമാലിക്കും ആലുവയ്ക്കും ഇടയിലാണ് വരുന്നത്. ഇവിടെ ഒരു ഗ്രീൻ പാർക്ക് കൺവെൻഷൻ സെന്റർ ഉണ്ട്. അതിന് തൊട്ട് ചാരിയിട്ടാണ് നമ്മൾ ഈ ഒരു മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് സ്ഥിതി ചെയ്യുന്നത്. നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കും. അപ്പൊ എന്ത് ചെയ്തുകൊണ്ട് മിസ്സാക്കേണ്ട, ഫുള്ള് കണ്ടോളി. നമുക്ക് ആദ്യത്തെ വാഹനം എന്ന് പറഞ്ഞാൽ നമ്മൾ 5 ലക്ഷത്തിൽ താഴെയുള്ള വാഹനങ്ങൾ 50,000, 30,000, 40,000, അങ്ങനെ 1 ലക്ഷത്തിൽ താഴെയുള്ള ഡൗൺ പേയ്മെന്റിൽ ഈ വാഹനങ്ങൾ സ്വന്തമാക്കാം. കൂടാതെ നമുക്ക് 10 ലക്ഷത്തിൽ താഴെയുള്ള വണ്ടികൾ നമുക്ക് എബോ 90% നമുക്ക് നല്ല ട്രാക്കിന് എടുക്കാൻ പറ്റില്ല. 75-80 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നല്ല SUV വരുന്നുണ്ട്, ഹാഷ് ബാക്കുകൾ വരുന്നുണ്ട്. അപ്പൊ കിടിലൻ കളക്ഷനാണ്, മിസ്സാകേണ്ട. ഫുള്ള് കണ്ടോളി. നല്ല അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, നിങ്ങളെ സജഷൻസ് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് കടക്കാം. ഫസ്റ്റില് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 5 ലക്ഷത്തിൽ താഴെയുള്ള ഏകദേശം നമുക്ക് 18ഓളം വാഹനങ്ങളാണ് വരുന്നത്. അപ്പൊ ഫസ്റ്റില് നിസാൻ മൈക്ര അല്ലെ? ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് CVT എഞ്ചിനാണ്. ഇത് CVT ഓട്ടോമാറ്റിക്. ഇത് നമുക്ക് മോഡൽ വരുന്നത് HL എന്ന് പറഞ്ഞ മോഡലാണ്.
ഓപ്ഷൻ എക്സൽ ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ ഇരിക്കുന്നത്. AC പോസ്റ്ററിംഗ്, പവർ വിൻഡോ കാര്യങ്ങളെല്ലാം എല്ലാം റെഡിയാണ്. ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ് ആണ്. മോഡൽ എങ്ങനെയായിരുന്നു? ഇത് 2015 മോഡൽ. 2015. അതെ. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങൾ യാതൊന്നുമില്ല. ഒന്നുമില്ല. നമുക്ക് 100% ഗ്യാരണ്ടി. അതെ, 100% ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് നമ്മള്. ഓക്കെ. എത്ര കിലോമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ? ഇത് ഏകദേശം 53,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 53,000 കിലോമീറ്റർ. അതെ അതെ. സ്റ്റിയറിംഗ് മോൾഡ്, കൺട്രോൾസ്, കമ്പനി മ്യൂസിക് സിസ്റ്റം അതെല്ലാം ഉണ്ട്. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെ അതെ. മോഡൽ പറഞ്ഞത് 2015 മോഡൽ. 2015. എത്രയാണ് നമ്മൾ പ്രൈസ് ഇതിന്? ഏകദേശം ഒരു 490. 490 അല്ലേ? ഏകദേശം എത്ര രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 70 രൂപയ്ക്ക് വേണ്ടി നമുക്ക് ഇറക്കാം. 70 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നമുക്ക് ഇതിന് 1 year വാറന്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഒരു ഫ്രഷ് കാർ എടുക്കുന്ന പോലെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. 53,000 കിലോമീറ്റർ സിംഗിൾ ഓണർ, 2015 മോഡൽ എക്സൽ. അപ്പം CVT ഓട്ടോമാറ്റിക്, പെട്രോൾ ആണ്. നമുക്ക് മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? ഏകദേശം ഒരു 16 ഒക്കെ എടുത്ത് കിട്ടും. 16 ഒക്കെ വരെ നമുക്ക് കിലോമീറ്റർ ലിറ്റർ മൈലേജും പ്രതീക്ഷിക്കും. അത് വീണ്ടും നമുക്കൊരു ചെറുവാഹനം, ചെറിയ പൈസ കൊണ്ടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനം. നിസാന്റെ സബ് ബ്രാൻഡായ ഡാറ്റ്സൺ റെഡിഗോ. 800cc ആണ്. മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? 17 ഒക്കെ എടുത്ത് കിട്ടും. 17 പ്രതീക്ഷിക്കാം. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മോഡൽ ഏതായിരുന്നു? ഇത് 2018 മോഡൽ. ഓൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? വാറണ്ടി ഇതിന് നമുക്ക് 2 year വാറണ്ടി കൊടുക്കാം. 2 വർഷം വാറണ്ടിയിൽ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനം അല്ലേ? അതെ. എത്രയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇതൊരു 50,000 മിച്ചം ഓടിയിട്ടുള്ളൂ വണ്ടി. 50,000 കിലോമീറ്റർ. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമ്മളൊരു 226. 226 അല്ലേ? AC പോസ്റ്ററിംഗ്, പവർ സ്റ്റിയറിംഗ്, AC പോസ്റ്ററിംഗ്, അതേപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങള്, അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് എത്രയാണ് ഇതിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് ഒരു 40,000 രൂപ വണ്ടി ഇറക്കാം. പ്രൈസ് ചോദിക്കുന്നത് 226. അപ്പൊ 40,000 രൂപ ഉണ്ടെങ്കിൽ അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ കിട്ടുന്ന ഒരു വാഹനം. അത് നമുക്ക് 2 year വാറണ്ടി. ഹുണ്ടായുടെ ഇയോൺ 65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡല്. 2018 മോഡൽ. അതെ. ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? സിംഗിൾ ഓൺഷിപ്പ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഇത് പെട്രോൾ ആണ് വരുന്നത്. പെട്രോൾ. മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? ഏകദേശം ഒരു 18 ഒക്കെ എടുത്ത് കിട്ടും. 18 അടുത്തൊക്കെ മൈലേജ്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങൾ ഒന്നുമില്ല അല്ലെ? നമുക്ക് ഇതിന് വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് 2 year വാറണ്ടി കൊടുക്കാം. 2 വർഷം വാറണ്ടിയിൽ അല്ലേ? മോഡൽ പറഞ്ഞത് 2018 വണ്ടി അല്ലേ? അതെ. നമുക്ക് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 65,000 മിച്ചം ഓടിയിട്ടുള്ളൂ. 65,000 അല്ലേ? ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. ആക്സിഡന്റ് ക്ലെയിം ഇല്ല. 2 വർഷം വാറണ്ടി അല്ലേ? നമുക്ക് എത്രയാണ് ഇതിന് ചോദിക്കുന്നത്? ഇത് നമ്മള് 335. 335 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 60 രൂപ വണ്ടി ഇറക്കാം. AC പോസ്റ്ററിംഗ്, ഫ്രണ്ട് 2 door പവർ വിൻഡോ, പിന്നെ ടയേഴ്സ് ഒക്കെ അത്യാവശ്യം ഉണ്ട് അല്ലേ? 90 എബോ ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓൺഷിപ്പിൽ 60,000 രൂപ ഉണ്ടെങ്കിൽ 2 വർഷം വാറണ്ടിയിൽ നമുക്ക് എടുക്കാവുന്ന ഒരു വാഹനം. അടുത്ത വീണ്ടും നമുക്ക് റെനോയുടെ ഒരു കിഡ് അല്ലേ? KL 45 ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 വണ്ടി. 18 വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 26,000 കിലോമീറ്റർ. ആക്സിഡന്റ് ക്ലെയിം ആക്സിഡന്റ് ഒന്നുമില്ല. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പെട്രോൾ ആണ് വരുന്നത്. മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? ഒരു 16 ഒക്കെ എടുത്ത് കിട്ടും. 16 ഒക്കെ എടുത്ത് കിട്ടും. AC പോസ്റ്ററിംഗ്, ഫ്രണ്ട് 2 door പവർ വിൻഡോ അല്ലേ? ഇത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. നമുക്ക് ഗിയർ ലീവർ ഇല്ല, ചെറിയൊരു നോബാണ്. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ ലേഡീസിനൊക്കെ സംബന്ധിച്ച് നല്ല കംഫർട്ട് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന, ടെൻഷൻ ഒന്നും ഇല്ലാതെ കൊണ്ടുനടക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഓട്ടോമാറ്റിക് വാഹനമാണ്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല അല്ല? നമുക്ക് എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമ്മൾ ഏകദേശം ഒരു 4 രൂപയാണ് ചോദിക്കുന്നത്. 4 രൂപ. അതെ. അപ്പോൾ 4 ലക്ഷം രൂപക്ക് നല്ലൊരു അടിപൊളി, അതും 26,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് വാഹനം അല്ലേ? ഏകദേശം എത്ര രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കത് ഒരു 65-70 രൂപ കൊണ്ട് ഇറക്കാം. 65-70 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം. 4 ടയറും പക്കയാണ്. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം. അപ്പോൾ വേഗം നോക്കിക്കോളി. നല്ല ലോ മെയിൻ്റെനൻസ് അല്ലേ പൊതുവേ ഇത് വരുന്നത്? എന്തോ ലോ മെയിൻ്റെനൻസ് അല്ലേ? അതെ. ചെറിയ കോസ്റ്റ് നമുക്ക് സർവീസ് എടുക്കാം ഒരു വാഹനമാണ്. മാരുതിയുടെ ഒരു ചെറുവാഹനമാണ്. മാരുതി സുസുക്കി വാഗ്നർ അല്ലേ? KL 56 കോഴിക്കോട് കൊയിലാണ്ട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017 മോഡല്. 2017 മോഡല്. സെക്കൻഡ് ഓൺഷിപ്പ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് 53,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഓൺഷിപ്പ് സിംഗിളും അല്ലേ? സെക്കൻഡ് ഓണർ അല്ലേ? നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് വരുന്നത് 1 year വാറണ്ടി കൊടുക്കാം. നമുക്ക് 1 year വാറണ്ടി അല്ലേ?
ഫുൾ ലോഡ് വണ്ടിയാണ്. അതെ. അന്നത് AC പോസ്റ്ററിംഗ്, 4 ഡോർ പവർ വിൻഡോ, അതെ. റിയറിൽ വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഓട്ടോമാറ്റിക് ആണ് അല്ലെ. നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ്, പാർസൽ ട്രേ വരുന്നുണ്ട്. അതെ. റൂഫൊക്കെ നല്ല വൃത്തിയുള്ള ഒരു വാഹനം അല്ലെ. ആൻഡ്രോയിഡ് സിസ്റ്റം ആണ് വരുന്നത്. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടിൽറ്റ് സ്റ്റിയറിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്നതിന് നല്ലൊരു അടിപൊളി വാഹനമാണ്. നമുക്ക് എത്ര കിലോമീറ്റേഴ്സ് വരുന്നത്? ഇത് 53,000 കിലോമീറ്റർ. ഫുൾ കമ്പനി സർവീസ് അല്ലേ? അതെ അതെ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതെ അതെ, ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് 440. 440 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 50 രൂപയ്ക്ക് എടുക്കാം. 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന മാരുതിയുടെ ഒരു ഓട്ടോമാറ്റിക് വാഹനം. അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ കിട്ടില്ല. പെട്രോൾ ആണ് വരുന്നത്. ഒരു 16-17 മൈലേജ് പ്രതീക്ഷിക്കാം. അതെ, 17 ഒക്കെ അടുത്ത് കിട്ടും നമുക്ക്. എടുത്തു അല്ലേ? യെസ്. അപ്പൊ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി നമുക്ക് 1 ഇയർ വാറണ്ടിയിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓട്ടോമാറ്റിക് വാഹനം. ക്രിസ്റ്റഫർ, വീണ്ടും നമ്മളൊരു റെഡിക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. മൈലേജ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 16-17 ഒക്കെ അല്ലെ? അതെ. ഇത് ഡാഡ്സൺ നിസാന്റെ സെയിം ഒരു സബ് ബ്രാൻഡ് ആണ്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2017 മോഡൽ. 2017 മോഡൽ. ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? സിംഗിൾ അല്ല. നമുക്ക് എത്ര കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടി? 50,000 മിച്ചം ഓടിയിട്ടുള്ളൂ. 50,000 കിലോമീറ്റർ അല്ല. ഇന്റീരിയർ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു ഇന്റീരിയർ ആണ്. അത്യാവശ്യം സ്പേഷ്യസ് ആണ് വരുന്നത് അല്ലേ? AC പവർ സ്റ്റിയറിംഗ് അല്ലേ? ഒരു ബേസ് മോഡൽ വണ്ടിയാണ്. നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ കൊണ്ടുപോകാം അല്ലെ? മൈലേജും കിട്ടുന്ന, മെയിൻ്റെനൻസ് കുറവുള്ള നല്ലൊരു വാഹനം. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ 2.15 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 50,000 രൂപയ്ക്ക് ഇറക്കാം. വാറണ്ടി ഒക്കെ എങ്ങനെ നമ്മൾ പ്രൊവൈഡ്? വാറണ്ടി നമുക്ക് 1 ഇയർ വാറണ്ടി കൊടുക്കാം. 1 ഇയർ വാറണ്ടിയിൽ അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ വണ്ടി ഇറക്കാം. അടുത്ത മാരുതി സുസുക്കി ഓൾട്ടോ 800 അല്ലേ? 59 തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2018. ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെ? നമുക്ക് 2 ഇയർ വാറണ്ടി കൊടുക്കാം. നമുക്ക് 2 വർഷം വാറണ്ടിയില്. 2018 മോഡൽ. ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് സെക്കൻഡ് ഓൺഷിപ്പ്. കിലോമീറ്റേഴ്സ് എത്ര ഓടിയിട്ടുള്ളത്? ഇത് ഏകദേശം 75,000 കിലോമീറ്റർ അടുത്ത്. 75,000 കിലോമീറ്റർ. അതെ. സെക്കൻഡ് ഓണർ. നല്ല ഹൈ ക്വാളിറ്റി വാഹനം അല്ലേ? അതെ. നമുക്ക് മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? ഇതൊരു 18-20 നമുക്ക് നോക്കാം. 18-20 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല ക്വാളിറ്റിയുടെ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പാർസൽ ട്രേ വരുന്നുണ്ട്. റൂഫൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ക്ലീൻ ആണ്. AC പോസ്റ്ററിംഗ്, 2 ഡോർ പവർ വിൻഡോ. പിന്നെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള ഒരു വാഹനം. വെൽ മെയിൻറ്റൈൻഡ് എന്ന് പറയാം. അത് നമുക്ക് 2 വർഷം വാറണ്ടിയാണ്. ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ 340 ചോദിക്കുന്നത്. 340 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 60 രൂപയ്ക്ക് ഇറക്കാം. 60 രൂപയ്ക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അപ്പൊ നല്ല ഹൈ ക്വാളിറ്റിയിൽ 2 ഇയർ വാറണ്ടിയിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു 800. മാരുതി സുസുക്കി ഓൾട്ടോ K10 അല്ലേ? 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷന്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2018 വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് 75,000 അടുത്ത് ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി സർവീസ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. ഓപ്ഷൻ ഏതായിരുന്നു? VXI. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ അല്ലേ? പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പാർസൽ ട്രേ വരുന്നുണ്ട്. നമുക്ക് എത്രയാണ് ഇതിന് ചോദിക്കുന്നത്? ഇത് നമ്മള് 380 ചോദിക്കുന്നത്. 380 അല്ലേ? നമുക്ക് ഏകദേശം മൈലേജ് ഇതിനൊക്കെ എത്ര പ്രതീക്ഷിക്കാം? ഒരു 18 ഒക്കെ അടുത്ത് കിട്ടും. K സീരീസ് എഞ്ചിൻ ആണ്. ഒന്നുകൂടി നമുക്ക് 800-നേക്കാൾ ഒന്നുകൂടി പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? മൈലേജും അത്യാവശ്യം കിട്ടുന്ന ഒരു വാഹനം. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 60 രൂപയ്ക്ക് 60-70 രൂപ നമുക്ക് ഇറക്കാം. 60-70 രൂപ വണ്ടി സുഖമായിട്ട് നമുക്ക് ഈ ഒരു വാഹനം. ഇതാണ് ഒരു കിഡിൽ SUV ആണ് വരുന്നത്. റെനോ ഡസ്റ്റർ KL5 കോട്ടയം രജിസ്ട്രേഷന്. വൈറ്റ് ആണ് വരുന്നത്. നല്ല കിഡിലം വാഹനം. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2017 മോഡല്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് 40,000 മിച്ചം ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. വാറണ്ടി ഒക്കെ എങ്ങനെയാണ്? നമ്മൾ ഇതിന് നമുക്ക് 1 ഇയർ വാറണ്ടി കൊടുക്കാം. 1 ഇയർ വാറണ്ടി അല്ലേ? അതെ. ഫുൾ കമ്പനി സർവീസ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ 6 രൂപ ചോദിക്കുന്നത്. 6 രൂപ. അതെ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 80,000 ഉണ്ട് നമുക്ക് ഇറക്കാം. 80,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പാർസൽ ട്രേ വരുന്നുണ്ട്. റൂഫ് കാര്യങ്ങളെല്ലാം നീറ്റ് പക്ക വെൽ മെയിൻറ്റൈൻഡ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. അതും സിംഗിൾ ഓൺഷിപ്പ് അല്ല? സിംഗിൾ ഓൺഷിപ്പ്. കാരണം അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് 80,000 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു വാഹനം സ്വന്തമാക്കാം. മെയിൻ്റെനൻസ് വളരെ കുറവാണ്. മൈലേജ് അത്യാവശ്യം ഉണ്ട്. അടുത്താണ് മാരുതി സുസുക്കി ബെലീനോ. നല്ല കിഡ്ലം ഫാൻസി നമ്പർ. KL14 കാസർഗോഡ് രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു ക്രിസ്റ്റഫർ ഡീറ്റെയിൽസ്? ഇത് നമ്മൾ 2017 മോഡലാണ്. ഓട്ടോമാറ്റിക് ആണ് വണ്ടി.
2017 ഓട്ടോമാറ്റിക് അല്ലേ? കിലോമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 46,000 കിലോമീറ്റർ. അതെ, ഫുൾ കമ്പനി സർവീസ്. ഫുൾ കമ്പനി സർവീസ്. ആക്സിഡന്റ് ക്ലൈം ഒന്നുമില്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് സിംഗിൾ ഓൺഷിപ്പ്. സിംഗിൾ ഓൺഷിപ്പ്. അതെ. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്ന 740. 740 അല്ലേ? നമ്മള് അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സീറ്റ് ആണ് ഓപ്ഷൻ വരുന്നത്. റിയറില് വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് പാർസൽ ട്രേ വരുന്നുണ്ട്. കമ്പനി ഇൻബിൽട്ട് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. സ്റ്റിയറിംഗില് വോൾഗിംഗ് കൺട്രോള്, കോൾ കൺട്രോള്, അതും നമുക്ക് CVT ആണ് വരുന്നത്. CVT ഓട്ടോമാറ്റിക്കല് വരുന്ന ഒരു കിഡ്ലം വാഹനം. നമുക്ക് എത്ര രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 80 രൂപ കൊണ്ട് നമുക്ക് ഇറക്കാം. 80 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റൂല. കിലോമീറ്റേഴ്സ് പറഞ്ഞത് ഇത് 40,000 എടുത്ത്. 40,000 കിലോമീറ്റർ. വാറണ്ടി എങ്ങനെയായിരുന്നു നമുക്ക് ഇതിന് നമുക്ക് 1 ഇയർ വാറണ്ടി കൊടുക്കും. 1 ഇയർ വാറണ്ടിയിൽ നമുക്ക് 80,000 രൂപ ഉണ്ടെങ്കിൽ നല്ലൊരു കിഡ്ലം CVT ഓട്ടോമാറ്റിക് നമുക്ക് സ്വന്തമാക്കാം. അടുത്ത് വീണ്ടും നമ്മളൊരു കിഡ്ലൻ SUV റെനോ കൈഗർ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2021 മോഡല്. 21 മോഡല്. അപ്പൊ നല്ലൊരു കമ്പനി വാറണ്ടി തന്നെ ഉണ്ടാവും. അതെ. അപ്പൊ നമ്മുടെ വാറണ്ടിക്ക് പുറമെ കമ്പനി വാറണ്ടിയിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനം. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 19,000 കിലോമീറ്റർ ഓടി. 19,000 കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. വാറണ്ടി എങ്ങനെയാണ്? നമുക്ക് കമ്പനി വാറണ്ടിക്ക് പുറമെ നമ്മളെ വാറണ്ടി എങ്ങനെയാണ്? നമുക്ക് 2 ഇയർ വാറണ്ടി കൊടുക്കാം. 2 ഇയർ വാറണ്ടി കൊടുക്കാം. റിയറിൽ AC വെന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ചെറിയ കിലോമീറ്റർ ഓടിയ വാഹനം. സിംഗിൾ ഓൺഷിപ്പ് അല്ലായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ്. എത്ര നമ്മൾ ചോദിക്കുന്നതിന്? ഇത് നമ്മൾ 740 ചോദിക്കുന്നത്. 740. ഇത് ടെർബോ വണ്ടിയാണ്, 1 ലിറ്റർ ടെർബോ. അപ്പൊ നല്ല പെർഫോമൻസ് നല്ല പെർഫോമൻസ് ഉണ്ട്. മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? ഇത് നമുക്കൊരു 16 ഒക്കെ കിട്ടും. 16 വരെ മൈലേജും പ്രതീക്ഷിക്കാം. ഏകദേശം എത്ര രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു നമുക്ക് 70 രൂപ ഇറക്കാം. 70 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനം അടിപൊളിയായിട്ട് ഇറക്കാൻ പറ്റും. കമ്പനി വാറണ്ടി ഉള്ള ഒരു വാഹനമാണ്. വെറും 19,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ്. അടുത്ത തവണ നമ്മളൊരു 7 സീറ്റർ അല്ലേ? അതെ. ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു 7 സീറ്റർ നോക്കുന്നവർക്ക് ഒരു അടിപൊളി വാഹനം റെനോ ട്രൈബർ. എങ്ങനെയായിരുന്നു ക്രിസ്റ്റഫർ മോഡല് കാര്യം? ഇത് 2020 മോഡലും 2022 രജിസ്ട്രേഷൻ ആണ് വണ്ടി. 20 മാനുഫാക്ചറിംഗ്, 22 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 40,000 കിലോമീറ്റർ. 40,000 കിലോമീറ്റർ. ഫുൾ കമ്പനി സർവീസ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? അതെ. റിയൽ വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെ. ആക്സിഡന്റ് ക്ലൈം കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ 100% ഗ്യാരണ്ടിയിൽ എടുക്കാം. അതെ. പിന്നെ നമുക്ക് അലോയ്സ് വരുന്നുണ്ട്. ടയർ കാര്യങ്ങളെല്ലാം 90% ടയർ കാര്യങ്ങൾ. അതാണ് ഒരു കിഡ്ലൻ 7 സീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് സിംഗിൾ ഓൺഷിപ്പ്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്ന 680. 680. അതെ. ഒരു ഹാച്ച് ബാഗിന്റെ ക്യാഷ് നമുക്ക് നല്ലൊരു 7 സീറ്റർ വാഹനം. അത് ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് 7 സീറ്റർ. മൈലേജ് നമുക്ക് ഇതിന് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? നമുക്കൊരു 17 അടുത്ത് കിട്ടും. 17 അടുത്ത് വരെ നമുക്ക് മൈലേജ് കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. നമുക്ക് വാറണ്ടി എങ്ങനെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് 2 ഇയർ വാറണ്ടി കൊടുക്കാം. 2 വർഷം വാറണ്ടിയിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു 7 സീറ്റർ. ഏകദേശം എത്ര രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 70,000 നമുക്ക് ഇറക്കാം. 75,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കും ചെയ്യാം. 7 സീറ്റർ ആണ്. നല്ല മൈലേജ് കിട്ടും. ഓട്ടോമാറ്റിക് ആണ്. അത് 40,000 കിലോമീറ്റർ. വീണ്ടും നമ്മളൊരു കൈഗറാണ് വരുന്നത്. കൊല്ലം രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഓട്ടോമാറ്റിക്. നേരത്തെ നമ്മൾ പിന്നെ മാനുവൽ ആയിരുന്നു പരിചയപ്പെട്ടത് അല്ലേ? ഇത് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആക്സിഡന്റ് ക്ലൈം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2020 വണ്ടി. 20. ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 11 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 11,000 കിലോമീറ്റർ. ഈ 11,000 ഓടിയ ടയർ കാര്യങ്ങളൊക്കെ. ആക്സിഡന്റ് ക്ലൈം ഒന്നുമില്ല. നമുക്ക് റിയറിൽ AC വെന്റ് കാര്യങ്ങള്, നല്ല ക്വാളിറ്റി ഉള്ള ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ? നമുക്ക് മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? ഇതിനൊരു 15-16 അടുത്ത് കിട്ടും. നമുക്ക് എത്രയാണ് ചോദിക്കുന്നത് ഇതിന്? നമ്മൾ ചോദിക്കുന്ന 695. 695 അല്ലേ? ഒരു ഹാച്ച് ബാഗിന് ക്യാഷിന് കൊണ്ടാൻ പറ്റുന്ന നല്ലൊരു, അതും 11,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു SUV. നമുക്ക് ഏകദേശം എത്ര രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 70,000 രൂപ അടുത്തുണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. 70,000 രൂപയുടെ അടുത്ത് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി സുഖമായിട്ട് ഇറക്കാം. ജോസഫ്, അടുത്ത നമ്മളതാണോ നിയോസ് അല്ലേ? അതെ. ഹുണ്ടായുടെ ഗ്രാൻഡ് ഐ10 നിയോസ്. നല്ല കിടിലൻ വാഹനം അല്ലെ? കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വാഹനമാണ്. അത്യാവശ്യം കൂടുതൽ ഇറങ്ങിയ ഒരു മോഡലാണ് അല്ലെ ഐ10. എങ്ങനെയാണ് മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2021 മോഡലാണ്. 21 മോഡല്. കമ്പനി വാറണ്ടി ഉണ്ടോ? കമ്പനി വാറണ്ടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. വാറണ്ടി ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല. നോക്കാൻ പറ്റും.
നമുക്ക് ഏതായാലും നമ്മൾ കൊടുക്കുന്ന വാറണ്ടി ഉണ്ട് അല്ലേ? നമ്മൾ കൊടുക്കുന്ന വാറണ്ടി ഉണ്ട്, 2 ഇയർ വാറണ്ടി കൊടുക്കാം. എഞ്ചിൻ ഗിയർ ബോക്സ് അത്യാവശ്യം നമുക്ക് ഈസി പവർ സ്റ്റിയറിംഗ് എല്ലാ പാർട്സിനായിട്ട് നമുക്ക് വാറണ്ടി വരുന്നുണ്ട്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. പെട്രോൾ അല്ലത് വരുന്നത്? അതെ, പെട്രോൾ വേരിയന്റ് ആണ്. മാഗ്ന എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ. അതെ, നമ്മള് റിയറില് ബാക്ക് സൈഡിൽ നമുക്ക് AC വെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ബാക്കിലുള്ളവർക്ക് നമ്മള് നല്ല കുളിരൊക്കെ ആയിട്ട് പോകാൻ പറ്റൂല. അതേപോലെ തന്നെ കമ്പനി മ്യൂസിക് സിസ്റ്റം, അത് പക്ഷെ എല്ലാം ഫീച്ചർ ലോഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനം. കിലോമീറ്റർ പറഞ്ഞത് കിലോമീറ്റർ 53,000 കിലോമീറ്റർ. ഫുൾ കമ്പനി സർവീസ്. അതെ, ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. വിത്ത് 2 ഇയർ വാറണ്ടി. നമ്മൾ എത്രയാണ് ചോദിക്കുന്നത്? ഇതിന് 560 പ്രൈസ്. 560 അല്ല, ഏകദേശം എത്ര രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 60,000 നമുക്ക് ഇറക്കാം. 60,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല, വിത്ത് 2 ഇയർ വാറണ്ടിയിൽ. മാരുതി സുസുക്കി സ്വിഫ്റ്റ് ന്യൂ ഫേസ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2018 മോഡലാണ്, 19 രജിസ്ട്രേഷൻ വന്നത്. 2018 മോഡല് 19 രജിസ്റ്റർ ചെയ്തതാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഒരു 56-60 റൗണ്ട് ആയിട്ട് ഓടിയിട്ടുണ്ട്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ് തന്നെയാണ്. ഫുൾ കമ്പനി സർവീസ് അല്ലേ? അതെ. മേജർ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. നമ്മൾ എത്രയാണ് ചോദിക്കുന്നത്? ഇതിനൊരു 6 lakh വരുന്നത്. 6 ലക്ഷം രൂപ അല്ല, നമുക്ക് അഡ്ജസ്റ്റബിൾ ആണല്ലേ? അതെ, പ്രൈസ് ഏകദേശം പെട്രോളോ ഡീസലോ? പെട്രോൾ വണ്ടിയാണത്. VXI AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? മൈലേജ് ഒരു മാരുതി വണ്ടി 16 നമുക്ക് ആവറേജ് പ്രതീക്ഷിക്കാം. എന്താ പ്രതീക്ഷിക്കാം? ഏകദേശം എത്ര രൂപയ്ക്കാണ് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഇതൊരു 60,000 70,000 നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും. 60,000-70,000 ഇടയിലുള്ള ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി സ്വന്തമാക്കാം. അതെ. അടുത്ത വീണ്ടും നമ്മളൊരു ചെറുവാഹനമാണ്, മാരുതി സുസുക്കി ഇഗ്നിസ്. 54 പൊന്നാനി രജിസ്ട്രേഷൻ ആണ്. ഇത് ഡീസലാണോ പെട്രോൾ ആണോ വരുന്നത്? പെട്രോൾ. മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? മൈലേജ് ഒരു 15-16 മൈലേജ് പ്രതീക്ഷിക്കാം. ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ് ആണ്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. നമുക്ക് എത്രയാണ് ഇതിന് ചോദിക്കുന്നത്? ഇതിന് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 535 വരുന്നത്. 535. നമുക്ക് പിന്നെ കിലോമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഒരു 43,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ഫുൾ കമ്പനി സർവീസ് അല്ലേ? അതെ. ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയന്റ്. ഡെൽറ്റ ആണ്. ഡെൽറ്റ AC പോസ്റ്ററിംഗ്, 4 പവർ വിൻഡോ, ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ, സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾ, കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? നമുക്ക് ഇതിന് വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 2 വർഷം വാറണ്ടി വരും. 2 വർഷം വരെ നമുക്ക് വാറണ്ടി കാര്യങ്ങളുണ്ട്. ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 50,000 ഒരു 60,000 രൂപയിലാണ്. 50-60 രൂപ വണ്ടി സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ല? നമുക്ക് ഇനി ഇവിടെ ഹോണ്ടയുടെ ജാസ് വരുന്നുണ്ട്. സോ അടുത്ത് നമ്മള് മാരുതി സുസുക്കി വിറ്റാര ബ്രസ അല്ല, കിഡ്ലം കളറാണ്, റെഡ് ആണ് വരുന്നത്. ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. പ്രൊജക്ടർ ലാമ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2021 മോഡൽ വണ്ടിയാണ്. 2021 മോഡൽ അല്ലേ? ഇതിന് വാറണ്ടി 2 ഇയർ വാറണ്ടി വരും. കമ്പനി വാറണ്ടി നിലവിലുണ്ടോ? കമ്പനി വാറണ്ടി നിലവിലില്ല. മഹീന്ദ്ര വാറണ്ടി വരുന്നുണ്ട് അല്ലേ? ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നും വരുന്നില്ല. കിലോമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഒരു 43 കിലോമീറ്റേഴ്സ്, 43,000 കിലോമീറ്റർ ഓടി. ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി അല്ലേ? VXI വേരിയന്റ്. AC പോസ്റ്ററിംഗ്, 4 പവർ വിൻഡോ കാര്യങ്ങള്, പുഷ്പട്ടം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഫുൾ ലോഡിന്റെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നമ്മൾ എത്രയാണ് ഇതിന് ചോദിക്കുന്നത്? ഇതിന് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 860 ആണ്. 860 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 80,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാം. അതെ. അടുത്തതാണോ വീണ്ടും ഒരു ഓട്ടോമാറ്റിക് അല്ലേ? അതെ, ക്വിഡ് ഓട്ടോമാറ്റിക് ആണ്. ക്വിഡ് ഓട്ടോമാറ്റിക് 31 ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2020 മോഡലാണ്. ലാസ്റ്റ് മോഡൽ 20 ലാസ്റ്റ് മോഡൽ അല്ലേ? സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഒരു 40,000 തന്നെ കിലോമീറ്റർ ഓടിയത്. ഫുൾ കമ്പനി സർവീസ്. അതെ, ഫുൾ കമ്പനി സർവീസ്. ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇതിന് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 5 lakhs ആണ്. 5 ലക്ഷം രൂപ അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം? ഇതൊരു 50,000 50,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. പിന്നെ കൂടാതെ നമുക്ക് ഫോണിന്റെ എക്കോസ്പോർട്ട് വരുന്നുണ്ട്, പെട്രോൾ വേരിയന്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് സ്വിഫ്റ്റ് വരുന്നുണ്ട്, സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് അല്ലേ? അതേപോലെ തന്നെ ആൾട്രോസ് വരുന്നത്. ഒരു ഫൈൽ ഇത് 5 ലക്ഷം താഴെയാണോ വരുന്നത്? അതെ, 450. വീണ്ടും 5 ലക്ഷം താഴെ ബഡ്ജറ്റിൽ വരുന്ന ഒരു വാഹനം മാരുതി സുസുക്കി എക്സ്പ്രസോ അല്ലെ? പെട്രോൾ ആണ്. ഏകദേശം മൈലേജ് നമുക്ക് എത്ര പ്രതീക്ഷിക്കാം? ഒരു 17-18. ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ആണ്. നിസാരം ഓടിയിട്ടുള്ളൂ, 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 16,000 കിലോമീറ്റർ. ഇത് കമ്പനി വാറണ്ടി കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? കമ്പനി വാറണ്ടി നമുക്ക് മുമ്പ് മഹീന്ദ്രയുടെ വാറണ്ടിയാണ് വരുന്നത്, 2 വർഷം. 2 വർഷം വാറണ്ടി. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ഹൈ ക്വാളിറ്റി വാഹനം, നമ്മൾ 2 ഇയർ വാറണ്ടിയിൽ എടുക്കാം. ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? മൈലേജ് ഒരു 18-19 അല്ലേ? നമുക്ക് എത്രയാണ് ഇതിന് ചോദിക്കുന്നത്? ഇത് 450 പ്രൈസ് വരുന്നത്. 450 അല്ലേ? 2020 മോഡലാണ്. 20 മോഡൽ. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 50,000 രൂപ വണ്ടി ഇറക്കാം. 50,000 രൂപ വണ്ടി ഇറക്കാം. വെറും 16,000 കിലോമീറ്റർ വിത്ത് 2 ഇയർ വാറണ്ടി.
വീണ്ടും ഇവിടെ നമുക്കൊരു റെഡിഗോ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ആണ്, ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഒരു കിഡ്ലം വാഹനമാണ് ടാറ്റ നെക്സോൺ അല്ലെ, ഡീസൽ വേരിയന്റ് ഡീസലാണ്. സോ നല്ല പെർഫോമൻസ്, കൂടാതെ നമ്മൾ 5 സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം അല്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2018 മോഡൽ വണ്ടിയാണ്, സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. ഓക്കെ, കിലോമീറ്റർ കിലോമീറ്റർ നിസ്സാരം ഒരു 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 53,000 കിലോമീറ്റർ, ഡീസലാണ് വണ്ടി അല്ലേ? എക്സം വേരിയന്റ് ആണ്. ഓക്കെ, ആക്സിഡന്റ് ക്ലൈം കാര്യങ്ങളൊന്നും ഇല്ല, ഒന്നും വരുന്നില്ല. ഒന്നുമില്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് അതെ അതെ, എല്ലാം പുതിയ ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മൾ എത്രയാണ് ചോദിക്കുന്നത് ഇതിന്? ഇതിന് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 715 ആണ്. 715 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 50,000 60,000 വണ്ടി ഇറക്കാൻ പറ്റും. ഏകദേശം നമുക്ക് ഇതിന് നമ്മള് വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വാറണ്ടി 2 വർഷത്തേക്ക് വാറണ്ടി, മഹീന്ദ്ര വാറണ്ടി വരുന്നുണ്ട് അല്ലേ? അതെ അതെ. ഓക്കെ, അടുത്തൊരു ചെറുവാഹനം ടാറ്റയുടെ തന്നെ ഡീസൽ തന്നെയാണ് വണ്ടി വരുന്നത്. ഓക്കെ, ഇത് മൈലേജ് ഒക്കെ എങ്ങനെയായിരിക്കും? മൈലേജ് ഒരു 18-19 മൈലേജ് എന്തായാലും മൈലേജ് കിട്ടൂല. ഇത് മോഡല് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? ഇത് മോഡൽ 2018 മോഡൽ വണ്ടിയാണ്, സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വണ്ടി തന്നെയാണ്. ഓക്കെ, കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ ഒരു 70,000 ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് ക്ലൈം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നും വരുന്നില്ല. ഒന്നുമില്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ് ആയിരുന്നു. എത്രയാ ചോദിക്കുന്നത്? ഇതിന് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 490 ആണ്. 490. അതെ. ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാം? ഇതൊരു 50,000 60,000 വണ്ടി ഇറക്കാം. 50,000 60,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെ. നമുക്ക് ഇതിന് വാറണ്ടി കൊടുക്കുന്നുണ്ടോ? അതെ, 2 വർഷം വാറണ്ടി വരുന്നുണ്ട്. 2 ഇയർ വാറണ്ടി ഉണ്ട്. സോ ഡീസലാണ്. നമുക്ക് ഇനി EV വേണമെങ്കിൽ EV നമുക്ക് ഇവിടെ ഉണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുക അല്ല. അടുത്ത് മാരുതി സുസുക്കി ബെലീനോ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2019 മോഡൽ വണ്ടിയാണ്. ഓക്കെ, കിലോമീറ്റേഴ്സ് കാര്യങ്ങൾ കിലോമീറ്റർ ഒരു 40,000 ഓടിയാണ്. 40,000 കിലോമീറ്റർ. ഫുൾ കമ്പനി സർവീസ്. അതെ അതെ. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓൺഷിപ്പ് കാര്യങ്ങൾ? സെക്കൻഡ് ഓൺഷിപ്പ് വന്നത്. ഫുൾ കമ്പനി സർവീസ്. ഫുൾ കമ്പനി സർവീസ് തന്നെ. മോഡൽ വരുന്നത് 2019 മോഡലാണ്. 19 ലാസ്റ്റ് മോഡൽ. 2019 ലാസ്റ്റ് മോഡൽ. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. അഡീഷണൽ അലോയ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്കേർട്ടിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തൊരു വാഹനം അല്ല. എത്രയാണ് ചോദിക്കുന്നത്? ഇതിന് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 640 ആണ്. 640. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 50,000 നമുക്ക് വണ്ടി ഇറക്കാം. 50,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് വാഹനങ്ങൾ, ഏത് കമ്പനിയുടെ വാഹനങ്ങൾ ആണെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളി. അപ്പോൾ എല്ലാ തരം വാഹനങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ? ഇത് ലൊക്കേഷൻ വരുന്നത് ആലുവ ദേശമാണ്. നമ്മുടെ എറണാകുളത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ ലൊക്കേഷൻ ഇടുന്ന നമ്മുടെ ഇവിടെ ഷറോണഭവൻ വരുന്നുണ്ട്. ഓക്കെ, തൊട്ടപ്പുറത്ത് ഗ്രീൻ പാർക്ക് ഓഡിറ്റോറിയം വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ എയർപോർട്ട് പോകുന്ന റൂട്ടാണ് വരുന്നത്. ദേശം ഒന്ന് സെർച്ച് ചെയ്താൽ മതി, നമ്മുടെ കാർ ആൻഡ് ബൈക്ക് മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല കിഡ്ലം കളക്ഷൻസ് ഏകദേശം 10-80ഓളം വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് വാറണ്ടിയിലാണ് വാഹനങ്ങളെല്ലാം നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് ടെൻഷനൊന്നും ഇല്ലാതെ ഒരു യൂസ്ഡ് കാർ, ഫ്രഷ് കാർ എടുക്കുന്ന പോലെ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ നിങ്ങൾ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. വീഡിയോയിൽ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. ഇസ്മി റിയാസ് ആൻഡ് ജോസഫ് സൈനിങ് ഓഫ്.